നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ 43ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ഹാസിൻ്റെ ഹാവിൻ്റെയും 9ാമത്തെ പാർട്ടാണ്. കഴിഞ്ഞ 8 പാർട്ടുകളും കാണാത്തവർ തീർച്ചയായിട്ടും കാണണം. നമ്മൾ എപ്പിസോഡ് 35 മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എപ്പിസോഡ് 35 മുതൽ 42 വരെ നമ്മൾ എടുത്തിട്ടുണ്ട്. സോ തൊട്ട് കഴിഞ്ഞ പ്രീവിയസ് എപ്പിസോഡിൽ നമ്മൾ ഹാവ് സ്റ്റാർട്ട് ചെയ്തു. 42-ൽ നമ്മൾ ഹാവ് സ്റ്റാർട്ട് ചെയ്തു. അതിന് തൊട്ട് മുമ്പ് വരെ നമ്മൾ ഹാസിൻ്റെ എക്സാമ്പിൾ സെൻറ്റൻസ് ആയിരുന്നു നമ്മൾ കവർ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ കഴിഞ്ഞ തൊട്ട് പുറകിലത്തെ ക്ലാസ്സിൽ ഹാവ് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഹാവിൻ്റെ കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസ്. സോ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റിലോട്ട് കയറാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ കൂട്ട് ഹാവിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ എനിക്കുണ്ട്, എനിക്കുള്ളത്, എൻ്റെ കൈവശമുള്ളത്, അതേപോലെ എൻ്റെ ഫീലിങ്സിലുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിലുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനകത്തുള്ളത് എന്നിങ്ങനെ ആശയം കൊടുക്കാനും, അതുപോലെ തന്നെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഉറപ്പായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സംഭവങ്ങളെ പറയുവാനും എക്സ്പ്ലെയിൻ ചെയ്യുവാനും, അതേപോലെ തന്നെ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുവാനും, അതേപോലെ നമുക്ക് ഷുവർട്ടി ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയുവാനും കൂടിയിട്ടാണ് നമ്മൾ ഹാസും ഹാവും യൂസ് ചെയ്യുന്നത്. ഓർത്ത് വെച്ചിരിക്കുക, നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങളും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും നമ്മൾ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനുമായിട്ടാണ് നമ്മൾ ഹാസും ഹാവും യൂസ് ചെയ്യുന്നത്. പിന്നെ മുമ്പ് പറഞ്ഞതിൻ്റെ തൊട്ടുള്ള ആശയങ്ങളും. സോ രണ്ട് ഹാസിൻ്റെ ഹാവിൻ്റെയും ആശയങ്ങളും അർത്ഥങ്ങളും സെയിം തന്നെയാണ്. അത് ഉപയോഗിക്കുന്നതിൽ മാത്രമുള്ള ഡിഫറൻറ്റ്. അതായത് ഹാസ് ഉപയോഗിക്കുന്നത് നമ്മൾ ഹീയ, ഷീയ, ഇറ്റ് എന്നിവ വരുമ്പോഴാണ്. അതായത് ഏകവചനം, അതായത് ആരാണോ ആ പ്രവൃത്തി ചെയ്യുന്നത്, ആരെ പറ്റിയാണോ നമ്മൾ പറയുന്നത്, അയാൾ ഒരാളോ ഒരു വസ്തുവോ ആണെങ്കിൽ നമ്മൾ ഹാസ് ഉപയോഗിക്കും. അതായത് ഹീയ, ഷീയ, ഇറ്റ്, അവൻ, അവൾ, ഇത്. അതേപോലെ തന്നെ ചെയ്യുന്ന ആളോ ഒന്നിൽ കൂടുതൽ ആളുകളോ ഒന്നിൽ കൂടുതൽ വസ്തുക്കളെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ഹാവ് യൂസ് ചെയ്യും. സ്ലൈഡിൽ കാണിച്ച ഇതിൻ്റെ കൂട്ട് ദേയ, വിയ, യുവ് എന്നിവ വരുമ്പോഴും. പിന്നെ അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഐ നമ്മൾ ഹാവിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്, ഹാസിൻ്റെ കൂടെ അല്ല. ഐ എന്ന് പറഞ്ഞത് ആക്ച്വലി ഏകവചനമാണ്, ഞാനെന്നാണ് അർത്ഥം. അത് നമ്മൾ ഹാവിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു കൺഫ്യൂഷനേ ഉള്ളൂ. പക്ഷേ നമ്മൾ കൺഫ്യൂസ് ആകത്തില്ല, എളുപ്പമാണ്. നമ്മൾ അങ്ങനെ എക്സാമ്പിൾ ചെയ്ത് പഠിച്ചിട്ടുള്ളൂ. സോ അതേ ഉള്ള അതിൻ്റെ ഡിഫറൻസ്. അപ്പം ഹാസ് ഹാവ് യൂസ് ചെയ്യുന്നത് ആ ഒരു മാറ്ററിൽ മാത്രമാണ്, ആ ഒരു ഡിഫറൻസിൽ മാത്രമാണ്. ഹാസിൻ്റെ ഹാവിൻ്റെ ആശയങ്ങൾ സെയിം തന്നെയാണ്. അതേപോലെ ഇവ രണ്ടും നമ്മൾ യൂസ് ചെയ്യുന്ന പ്രസൻറ്റ് ടെൻസിലാണ്. നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുവാനും അതായത് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറയുവാനും കൂടിയിട്ടാണ് നമ്മൾ ഹാസ് ഹാവ് യൂസ് ചെയ്യുന്നത്. അതായത് പ്രസൻറ്റ് ടെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ആശയവും ഗ്രാമാറ്റിക്കൽ സെക്ഷനും പിടികിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് ഇന്നത്തെ എക്സാമ്പിൾ സെൻറ്റൻസിലോട്ട് കിടക്കാം. ഒന്നാമത്തത് ഹൗ മെനി കിഡ്സ് ഡു യു ഹാവ്. ഹൗ മെനി കിഡ്സ് ഡു യു ഹാവ് എന്ന് നമ്മൾ സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. നമ്മുടെ ഒരു സുഹൃത്തിനോട് നിനക്ക് എത്ര കുട്ടികളുണ്ട് എന്ന് നമ്മൾ ചോദിക്കാറില്ലേ? ആ ഒരു ആശയമുള്ള സെയിം സെൻറ്റൻസാണ് ഹൗ മെനി കിഡ്സ് ഡു യു ഹാവ്. നിനക്ക് എത്ര കുട്ടികളുണ്ട്, അല്ലെങ്കിൽ നിനക്ക് എത്ര പിള്ളേരുണ്ടെന്ന് നമ്മൾ മലയാളത്തിൽ ചോദിക്കുന്ന സെയിം സെൻറ്റൻസ് തന്നെയാണ് ഹൗ മെനി കിഡ്സ് ഡു യു ഹാവ്. ഹൗ മെനി എന്ന് വെച്ചാൽ എത്ര എന്നാണ് അർത്ഥം. ഡു യു ഹാവ് എന്ന് വെച്ചാൽ കിഡ്സ് എന്ന് വെച്ചാൽ കുട്ടികൾ, ഡു യു ഹാവ് എന്ന് വെച്ചാൽ ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഉണ്ട് എന്നുള്ള ഒരാശയം കൊടുക്കാനാണ് ഹാവ് വന്നിരിക്കുന്നത്. യു വന്നതുകൊണ്ടാണ് അവിടെ ഹാവ് വന്നിരിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. യു വന്നതുകൊണ്ടാണ് ഹാവ്. ഉണ്ട് എന്നുള്ളൊരാശയം കൊടുക്കാനും കൂടിയാണ് ഹാവ് വന്നിരിക്കുന്നത്. അത്രയേ ഉള്ളൂ ഹാവിൻ്റെ ഫംഗ്ഷൻ. അവിടെ വളരെ സിമ്പിളാണ്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് കൂടാണ് ഹൗ മെനി കിഡ്സ് ഡു യു ഹാവ്. നിനക്ക് എത്ര കുട്ടികളുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതേപോലെ യുവിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. യു നമ്മളെപ്പോഴും ബഹുവചനമായിട്ടേ കണക്കാകത്തുള്ളൂ. അതായത് നീയും നിങ്ങളും ഒന്നിൽ കൂടുതലും പേരെയും നമ്മൾ നോട്ട് ചെയ്യുക ഇംഗ്ലീഷിൽ ഒറ്റ പദമേ ഉള്ളൂ, അത് യു മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് അതിനെ ഗ്രാമാറ്റിക്കലി ബഹുവചനമായിട്ടാണ് കണ്ടേക്കുന്നത്. സോ അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഹാവ് വന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത എക്സാമ്പിളിലോട്ട് പോവാം. ഡു യു ഹാവ് എ ഫീവർ. ഡു യു ഹാവ് എ ഫീവർ എന്ന് വെച്ചാൽ നിനക്ക് പനിയുണ്ടോ എന്നാണ് ആ ക്വസ്റ്റിൻ്റെ മീനിങ്. ഡു യു ഹാവ് എ ഫീവർ, ഡു യു ഹാവ് എ ഫീവർ. നിനക്ക് ഡു വെച്ചുള്ളൊരു ക്വസ്റ്റ്യനും കൂടാണത്. ഡു യു ഹാവ് എ ഫീവർ, നിനക്ക് പനിയുണ്ടോ എന്നൊരു ടൈപ്പ് ക്വസ്റ്റ്യനാണത്. അപ്പോൾ ഇവിടെ ഹാവ് വന്നത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. യു വന്നതുകൊണ്ടാണ് ഹാവ് വന്നത്. ഉണ്ടോ എന്നുള്ളൊരു ആശയം കൊടുക്കാനും കൂടിയാണ് ഹാവ് വന്നത്. അത്രേ ഉള്ളൂ. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ് ഇതൊക്കെ. നമ്മൾ എല്ലാവരോടും ചോദിക്കത്തില്ല നിനക്ക് പനിയുണ്ടോ, നിനക്ക് പനിയാണോ, പനിയുണ്ടോ എന്ന് നമ്മൾ സാധാരണ ചോദിക്കത്തില്ല. സെയിം വേർഡ് സെൻറ്റൻസ് തന്നെയാണിത്. നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളുടെ ഡെയിലി കോൺവെർസേഷൻ യൂസ് ചെയ്യാം, നോ പ്രോബ്ലം. ഇതേപോലെ യൂസ് ചെയ്യാം, നോ പ്രോബ്ലം. ഇങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. വേറൊരു ശൈലിയില്ല. ഇതൊക്കെ സിമ്പിളായിട്ടാണ് നമ്മളെപ്പോഴും ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. സോ ഫോളോ ചെയ്യുക. അടുത്തത് ഇതേപോലത്തെ ഒരു സെൻറ്റൻസാണ് വി ഹാവ് ലോട്ട് ടു ഡു. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ സെൻറ്റൻസ് നമ്മൾ സാധാരണ വർക്ക് സൈറ്റിലൊക്കെ പറയാറുള്ളതാണ്. നമുക്ക് ഒരുപാട് വർക്ക് ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ബാക്കി ചെയ്യാനുണ്ട്, ഒരുപാട് വർക്ക് ചെയ്യാനുണ്ട് എന്നൊരു ആശയം വരുന്ന സെൻറ്റൻസാണിത്. വി ഹാവ് ലോട്ട് ടു ഡു. ഞങ്ങൾക്ക് ഒരുപാട് വർക്ക് ചെയ്യാനുണ്ട് എന്നാണ് ആ സെൻറ്റൻസിൻ്റെ ആശയം. അപ്പോൾ അവിടെ ഹാവ് വന്നത് വി വന്നതുകൊണ്ടാണ്
ലോട്ട് ടു ഡു എന്ന് വെച്ചാൽ ഒരുപാടെന്നാണ്, ലോട്ടെന്ന് വെച്ചാൽ ഒരുപാട്, ടു ഡു എന്ന് വെച്ചാൽ ചെയ്യാനുണ്ട് എന്നർത്ഥം ആണ് വന്നിരിക്കുന്നത്. ടു ഡു എന്ന് പറയുമ്പോൾ ചെയ്യാനുണ്ട് എന്നൊരാശയം കൊടുക്കുകയാണ്. ആദ്യം ടു ചേർത്തിട്ട് ഡു വന്നിരിക്കുന്നത്. ഡു എന്ന് വെച്ചാൽ ചെയ്യുക, പ്രവൃത്തി ചെയ്യുക എന്നുള്ളൊരു മീനിങ്ങാണ് ഡൂവിനുള്ളത്. അപ്പോൾ വി ഹാവ് ലോട്ട് ടു ഡു, ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നാണ് ആ സെൻറ്റൻസ് അർത്ഥമാക്കുന്നത്. വി ഹാവ് ലോട്ട് ടു ഡു, ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നാണ് ആ സെൻറ്റൻസ് അർത്ഥമാക്കുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. വി ഹാവ് ഇനഫ് ടൈം. ഇത് നമ്മൾ സാധാരണ നമ്മൾ പറയാറുള്ള സെൻറ്റൻസ് തന്നെയാണ്. നമുക്ക് ഒരുപാട് സമയമുണ്ട്, വർക്കൊക്കെ പയ്യെ ചെയ്താൽ നമുക്ക് ഒരുപാട് സമയമുണ്ട്, നമ്മൾ സാധാരണ പറയാറില്ലേ? ആ സെയിം സെൻറ്റൻസാണ് വി ഹാവ് ഇനഫ് ടൈം. നമുക്ക് ഒരുപാട് സെൻറ്റൻസ് ഉണ്ട്, പയ്യെ ചെയ്താൽ മതി വർക്ക് എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ് വി ഹാവ് ഇനഫ് ടൈം. നമുക്ക് ഒരുപാട് സമയമുണ്ട്. ഇനഫ് എന്ന് വെച്ചാൽ ഒരുപാട് സമയമുണ്ടെന്നാണ്, ഒരുപാടെന്നുള്ള ആശയം കൊടുക്കാനാണ് ഇനഫ് എന്ന് പറയുന്നത്. വി ഹാവ് ഇനഫ് ടൈം എന്ന് വെച്ചാൽ ഒരുപാട് സമയമുണ്ട്, വർക്കൊക്കെ പയ്യെ ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ പ്രോജക്റ്റ് പയ്യെ ചെയ്താൽ മതി എന്നുള്ളൊരു ആശയമാണ്. വി ഹാവ് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഉണ്ട്, നമുക്കുണ്ട് എന്നൊരു ആശയമാണ്. ഈ ഹാവ് എന്ന് വെച്ചാൽ മനസ്സിലായാലും ഹാവ് ഉണ്ട് എന്നുള്ളൊരു ആശയം കൊടുക്കാനും കൂടിയാണ് വന്നിരിക്കുന്നത്. അടുത്തത് ഡു യു ഹാവ് ബെറ്റർ ഐഡിയ. ഇത് നമ്മൾ സാധാരണ ചോദിക്കുന്ന ഒരു മറ്റുള്ളവരോട് ചോദിക്കുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലൊരു ഐഡിയ ഉണ്ടോ? വർക്ക് സൈറ്റിലൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. നിനക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നമ്മുടെ സുഹൃത്തുക്കളോട് ചോദിക്കത്തില്ലേ? സെയിം സെൻറ്റൻസ് ആണ്. ഡു യു ഹാവ് ബെറ്റർ ഐഡിയ. നിങ്ങൾക്ക് എന്തെങ്കിലും ബെറ്റർ ആയിട്ടുള്ള ഐഡിയ ഉണ്ടെന്ന്. ബെറ്റർ എന്ന് വെച്ചാൽ നല്ല ഐഡിയ എന്ന് വെച്ചാൽ അറിയാമല്ലോ, എന്തെങ്കിലും പുതിയ ബുദ്ധിപരമായിട്ടുള്ള നമ്മൾ ചിന്തിക്കുന്നില്ലേ, അതിനെയാണ് ഐഡിയ എന്ന് പറയുന്നത്. അത് ആ ആശയമാണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഡു യു ഹാവ് ബെറ്റർ ഐഡിയ, താങ്കൾക്ക് പുതിയ ഐഡിയ ഉണ്ടോ? ഡു യു ഹാവ് ബെറ്റർ ഐഡിയ, പുതിയ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്നൊരു ടൈപ്പ് ക്വസ്റ്റ്യനാണത്. അപ്പോൾ യു വന്നുകൊണ്ടാണ് ഹാവ് വന്നത്. ഉണ്ടോ എന്നൊരു ആശയം കൊടുക്കാനാണ് ഹാവ് വന്നത്. ഡു യു ഹാവ് ബെറ്റർ ഐഡിയ, താങ്കളുടെ കയ്യിൽ നല്ല ഐഡിയ വല്ലതും ഉണ്ടോ എന്ന് നമ്മൾ സാധാരണ ചോദിക്കുന്നൊരു സെൻറ്റൻസാണത്. അപ്പോൾ ഹാവിൻ്റെ അവിടുത്തെ ആ ഫോർമേഷനും ആശയവും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതേപോലത്തെ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ, ഡു യു ഹാവ് എനി കംപ്ലയിൻറ്റ്സ്. എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടോ? ഡു യു ഹാവ് എനി കംപ്ലയിൻറ്റ്സ് എന്ന് വെച്ചാൽ എന്തെങ്കിലും നമ്മൾ ഓഫീസിലൊക്കെ നമ്മുടെ ബോസോ നമ്മൾ മറ്റുള്ളവരോടും ചോദിക്കാറില്ലേ, താങ്കൾക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ? ഡു യു ഹാവ് എനി കംപ്ലയിൻറ്റ് എന്തെങ്കിലും. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഈ കസ്റ്റമർ കെയറിലൊക്കെ വിളിച്ച് ചോദിക്കും, അവർ നമ്മളോട് ചോദിക്കത്തില്ല നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. സെയിം ആശയമുള്ളവരാണ് ഡു യു ഹാവ് എനി കംപ്ലയിൻറ്റ്സ്. നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സോ പരാതിയോ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. കംപ്ലയിൻറ്റ്സ് എന്ന് വെച്ചാൽ പരാതി. സോ അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു ജസ്റ്റ് ഒരു സെൻറ്റൻസാണ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സെൻറ്റൻസ്. അപ്പോൾ ഹാവ് വന്നത് എന്തെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. യു വന്നുകൊണ്ട് ഹാവ് വന്നു. ഉണ്ടോ എന്നൊരാശയം കൊടുക്കാനും കൂടെയാണ് ഹാവ് വന്നത്. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അടുത്ത ഒരു ഇതിലൂടെ പോവാം. ഐ ഡോണ്ട് ഹാവ് ലോട്ട് ഓഫ്. നമ്മൾ സാധാരണ സംസാരിക്കുന്ന ഒരു വേർഡാണ് ഐ ഡോണ്ട് ഹാവ് ലോട്ട് ഓഫ് ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയത്തില്ല എനിക്ക് വേറെ ചോയ്സ് ഒന്നുമില്ല, വേറെ ഓപ്ഷനൊന്നും ഇല്ല, എനിക്ക് ഇത് ചെയ്യാനേ പറ്റത്തുള്ളൂ എന്ന് നമ്മൾ പറയത്തില്ലേ. അങ്ങനത്തെ ഒരു ആശയം വന്നിരിക്കുന്ന സെൻറ്റൻസാണ്. അതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ഐ ഡോണ്ട് ഹാവ് വന്നുകൊണ്ടാണ്. ഐ ഡോണ്ട് ഹാവ് ലോട്ട് ഓഫ് ഓപ്ഷൻ. എനിക്ക് അധികം ഓപ്ഷനൊന്നുമില്ല, മറ്റൊരു രീതി എനിക്ക് ചെയ്യാനായിട്ടുള്ള വഴികളൊന്നുമില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ എന്ന് വെച്ചാൽ മറ്റൊരു രീതി എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് ഓപ്ഷനും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐ ഡോണ്ട് ഹാവ് ലോട്ട് ഓഫ്, എനിക്ക് ഒരുപാട് വഴികളൊന്നുമില്ല, എനിക്ക് ഈ രീതിയിലേ ചെയ്യാൻ പറ്റുമെന്ന് ഒരാൾ പറയുന്നൊരു ആശയമുള്ള സെൻറ്റൻസാണ് ഐ ഡോണ്ട് ഹാവ് ലോട്ട് ഓഫ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന ഐ ഡോണ്ട് ഹാവ് വന്നതുകൊണ്ടാണ്. നെഗറ്റീവ് ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോണ്ട് ഹാവ് എന്നാണ് ചേർത്തേക്കുന്നത്, ഓർത്ത് വെച്ചിരിക്കുക. നമ്മൾ നെഗറ്റീവ് ഹാവിൻ്റെയൊക്കെ മോസ്റ്റ്ലി നമ്മൾ നെഗറ്റീവ് സെൻറ്റൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഡൂവിലും ഡെസ്സിലും വെച്ചാണ്, ഹാവിൻ്റെയും ഹാസിൻ്റെയും. സോ ഞാൻ ജസ്റ്റ് നെഗറ്റീവ് സെൻറ്റൻസ് ഒന്ന് കയറ്റി തന്നെ ഓർമ്മ വരാൻ വേണ്ടി കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു നെഗറ്റീവ് 2 സെൻറ്റൻസ് നമ്മൾ എടുത്തിരുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും കാണും, ഞാനതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡോണ്ട് ഹാവും ഡൂവും വെച്ച് നമ്മൾ ഡൂവിൻ്റെയും ഡെസ്സിൻ്റെയും പ്രധാനപ്പെട്ട ഒരു ഉപയോഗം എന്ന് വെച്ചാൽ നെഗറ്റീവ് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുക. സോ അപ്പോൾ ഇതൊരു ജസ്റ്റ് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ഐ ഡോണ്ട് ഹാവ് ലോട്ട് ഓഫ് ഓപ്ഷൻ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. ഇല്ല എന്ന് പറയുന്നതിന് ഐ ഡോണ്ട് ഹാവ് ലോട്ട് ഓഫ് ഓപ്ഷൻ. ഐ വന്നുകൊണ്ടാണ് ഹാവ് വന്നത്, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഐയുടെ കൂടെ ഹാവ് ആണ് വരുന്നത്. ഐ ഡോണ്ട് ഹാവ് ലോട്ട് ഓഫ് ഓപ്ഷൻ. എനിക്ക് വേറെ വഴികളൊന്നുമില്ല, അധികം ഓപ്ഷൻസ് ഒന്നും ഇല്ല എന്നൊരു സെൻറ്റൻസാണ് അത്. അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത സെൻറ്റൻസിലോട്ട് പോവാം. ക്യാൻ ഐ ഹാവ് വേർഡ് വിത്ത് യു. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതുവരെ പറഞ്ഞ എക്സാമ്പിളിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായ ഒരു എക്സാമ്പിളാണിത്. ക്യാൻ ഐ ഹാവ് വേർഡ് വിത്ത് യു എന്ന് വെച്ചാൽ എനിക്ക് നിന്നോട് ഒന്ന് സംസാരിക്കാൻ പറ്റുമോ എന്നാണ് യഥാർത്ഥത്തിൽ ആ സെൻറ്റൻസിൻ്റെ അർത്ഥം. ക്യാൻ ഐ ഹാവ് വേർഡ് വിത്ത് യു എന്ന് വെച്ചാൽ എനിക്ക് നിന്നോട് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുമോ എന്നൊരു സെൻറ്റൻസാണത്. അപ്പോൾ അതിൽ അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല. ക്യാൻ ഐ ഹാവ് എന്ന് വെച്ചാൽ ക്യാൻ വെച്ചൊരു റിക്വസ്റ്റും കൂടെ ആണ്. ക്യാൻ ഐ ഹാവ് വേർഡ് വിത്ത് യു എന്ന് വെച്ചാൽ ഐ ഹാവിൽ തന്നെ
എനിക്ക് നിന്നോട് സംസാരിക്കാൻ പറ്റുമോ എന്നുള്ള ആശയമുണ്ട്. പക്ഷെ അതെങ്ങനെ വന്നു വെച്ചാൽ നമ്മൾ ഊഹിച്ചെടുത്തോണോ, നമ്മളിപ്പം അത് കേട്ടു, നിങ്ങളിപ്പോൾ അത് കേട്ടു, ഇനിയിപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കിയെടുത്തോണം. ക്യാൻ ഐ ഹാവ് വേർഡ് വിത്ത് യു എന്ന് വെച്ച് ചോദിച്ചാൽ എനിക്ക് നിങ്ങളോട് ഒരു വാക്ക് സംസാരിക്കാൻ പറ്റുമോ എന്നൊരു റിക്വസ്റ്റാണത്. കാരണം ഇതെന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഊഹിച്ചെടുക്കേണ്ടതെന്ന് വന്നത് എന്ന് വെച്ചാൽ, ഒരു ആശയത്തിലൂടെ വന്നു വെച്ചാൽ ഇത് ജസ്റ്റ് എ കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് ആയതുകൊണ്ടാണ്. അതായത് നേറ്റീവ് സ്പീക്കേഴ്സ് ഇത്രയും പറയത്തുള്ളൂ. അതിൻ്റെ അർത്ഥം എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുവാനുണ്ട് എന്നൊരു ആശയം ഉണ്ട് അതിന്. നേറ്റീവ് സ്പീക്കേഴ്സ് സ്ഥിരം സംസാരിക്കുമ്പോൾ അവർക്ക് അതിൻ്റെ ഇടയിൽ അങ്ങനെയാണ് ആശയം. അപ്പോൾ നമ്മൾ ഇനി ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ ആശയം ഇങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അങ്ങനെയാണ് പല ഇംഗ്ലീഷ് വേർഡ് പല രീതിയിലുള്ള റിക്വസ്റ്റുകൾ ഇങ്ങനെ ഉണ്ട്. ഹാവ് വെച്ച് തന്നെ ചെറിയ വേർഡുകളിൽ തന്നെ ഐ ഹാവിനകത്ത് തന്നെ ഒരുപാട് മീനിങ്സ് വരുന്ന സെൻറ്റൻസുകളുണ്ട്. അതായത് നമ്മൾ ആ സെൻറ്റൻസ് ഫുള്ള് പറഞ്ഞു കഴിയുമ്പോൾ വായിച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കിയെടുക്കുന്നു ഐ ഹാവ് എന്ന് വെച്ച് അവർ ഉദ്ദേശിക്കുന്നത് ഇന്നതാണെന്ന്. ആ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഇതാണ് ക്യാൻ ഐ ഹാവ് വേർഡ് വിത്ത് യു, എനിക്ക് തന്നോട് ഒരു വാക്ക് സംസാരിക്കാൻ പറ്റുമോ എന്നൊരു റിക്വസ്റ്റാണത്. മനസ്സിലായിരിക്കുന്നു. ഇനി നിങ്ങൾ ഈ സെൻറ്റൻസ് കേട്ടാൽ മറക്കരുത്. ക്യാൻ ഐ ഹാവ് വേർഡ് വിത്ത് എന്ന് വെച്ചാൽ എനിക്ക് തന്നോട് ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു നിമിഷം സംസാരിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യം സംസാരിക്കുക എന്നുള്ളൊരു ജസ്റ്റ് റിക്വസ്റ്റാണ് ഐ ഹാവ് കൊണ്ട് ഇവിടെ ഉദ്ദേശമാക്കുന്നത്. ക്യാൻ നിങ്ങൾക്കറിയാമല്ലോ, പറ്റുമോ, സംസാരിക്കാൻ പറ്റുമോ എന്നൊരു ആശയം ഒഴുകാണ് ക്യാൻ യൂസ് ചെയ്യുന്നത്. ക്യാൻ വെച്ചുള്ള ഒരു എപ്പിസോഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. ക്യാൻ വെച്ചുള്ള റിക്വസ്റ്റുകൾ നമ്മൾ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. റിക്വസ്റ്റുകൾ നമ്മൾ ഫോർമേഷൻ ചെയ്യാൻ വേണ്ടി ക്യാൻ്റെ ഒരു മെയിൻ ഫംഗ്ഷനും അത് തന്നെയാണ്. സോ അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ഐ ഹാവ് സം ഇംഗ്ലീഷ് ബുക്ക്. ജസ്റ്റ് ഒരു ബേസ് വേർഡാണ്. എൻ്റെ കയ്യിൽ കുറച്ച് ഇംഗ്ലീഷ് ബുക്ക് ഉണ്ടെന്ന് പറയുന്ന ഒരാൾ പറയുന്നൊരു ഇംഗ്ലീഷ് സെൻറ്റൻസ് ആണത്. ഐ ഹാവ് സം ഇംഗ്ലീഷ്, എൻ്റെ കയ്യിൽ കുറച്ച് ഇംഗ്ലീഷ് ബുക്കുകളുണ്ട് എന്ന് പറയുന്നൊരു സെൻറ്റൻസ് ആണത്. അപ്പോൾ ഐ വന്നുകൊണ്ടാണ് ഹാവ് വന്നത്. ഉണ്ട് എന്നൊരു ആശയം കൊടുക്കാനും കൂടാണ് ഹാവ് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ സെൻറ്റൻസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത്രയേ ഉള്ളൂ ആ സെൻറ്റൻസ്. വളരെ സിമ്പിളാണ്. അപ്പോൾ ഹാവിൻ്റെ ഇന്നത്തെ നമ്മുടെ സെക്ഷൻ നമ്മളിവിടെ ക്ലോസ് ചെയ്യാൻ പോവാണ്. ഇന്നത്തേക്ക് നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. സോ ഹാസിൻ്റെ കുറച്ച് വ്യത്യസ്തമായ കുറച്ച് സെൻറ്റൻസുകളുണ്ട്. ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്, മറ്റ് സെൻറ്റൻസിലും കോൺവെർസേഷനിലും നമുക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ അതുകൂടെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. സോ അടുത്ത ക്ലാസ് മിസ്സാക്കരുത്, തീർച്ചയായിട്ടും കാണണം. ഇന്നത്തേക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.